ശാസ്ത്രമേളയുടെ ഉദ്ഘാടനത്തിന് രാഹുൽ വേദി പങ്കിട്ടത് മന്ത്രിമാർക്കൊപ്പം. മിനി കൃഷ്ണകുമാർ ഇറങ്ങിപ്പോയി. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ വേദിയിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. മന്ത്രിമാരായ MP രാജേഷ്, V ശിവൻകുട്ടി എന്നിവർക്കൊപ്പമാണ് രാഹുൽ വേദി പങ്കിട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക അതിക്രമ പരാതികൾ ഉയർന്നതിന് പിന്നാലെ ഇടത് സംഘടനകൾ അദ്ദേഹത്തെ പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ലെന്ന് പറഞ്ഞിരുന്നു. മണ്ഡലത്തിലെ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കില്ലെന്നും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നുമായിരുന്നു DYFI പറഞ്ഞിരുന്നത്. ആരോപണങ്ങൾക്ക് പിന്നാലെ സ്കൂൾ ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിന്ന് രാഹുലിനെ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞിരുന്നു. വാർത്തയെല്ലാം വായിച്ച് കുട്ടികളുടെ ഇടയിൽ ആശങ്കയുണ്ടെന്നും രാഹുൽ സ്വയം ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലതെന്നുമാണ് അന്ന് ശിവൻകുട്ടി പറഞ്ഞിരുന്നത്. എന്നാൽ ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആശംസാ പ്രസംഗം നടത്തിയത്. അതേസമയം രാഹുൽ പരിപാടിയിൽ പങ്കെടുത്തതിൽ പ്രതിഷേധിച്ച് BJP കൗൺസിലർ വേദി വിട്ടിറങ്ങി. പാലക്കാട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി കൃഷ്ണകുമാറാണ് പ്രതിഷേധിച്ച് വേദി വിട്ടത്. സ്ത്രീവിരുദ്ധ പ്രവർത്തികൾ ചെയ്യുന്ന MLAക്കൊപ്പം വേദി പങ്കിടാൻ താല്പര്യമില്ലെന്ന് മിനി കൃഷ്ണകുമാർ പറഞ്ഞു. രാഹുലിനൊപ്പം പൊതുപരിപാടിയിൽ പങ്കെടുത്തതിന് പാലക്കാട് നഗരസഭാ അധ്യക്ഷയും BJP നേതാവുമായ പ്രമീള ശശിധരനെതിരെ പാർട്ടിയിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ നേരത്തെ പാലക്കാട് നടന്ന പട്ടയമേളയിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിയും കോങ്ങാട് MLA K ശാന്തകുമാരിയും രാഹുലിനൊപ്പം വേദി പങ്കിട്ടിരുന്നു. അതേസമയം മന്ത്രി V ശിവൻകുട്ടി വലിയ പ്രഖ്യാപനങ്ങളോടെയാണ് ശാസ്ത്രോത്സവവും ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. 3 പ്രഖ്യാപനങ്ങളാണ് പ്രധാനമായും നടത്തിയത്. അടുത്ത വർഷം മുതൽ ശാസ്ത്രമേളയ്ക്ക് സ്വർണ്ണക്കപ്പ് ഏർപ്പെടുത്തുമെന്നാണ് അതിൽ പ്രധാന പ്രഖ്യാപനം. കൂടാതെ സമ്മാനത്തുകയും വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പ്രാർത്ഥനയിലെ ഏകീകരണം നടത്തുമെന്ന മറ്റൊരു പ്രധാന പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. എല്ലാ സ്കൂളിലും ഒരേപോലെയുള്ള പാട്ട് പാടണം. ചില മതസംഘടനകളുടെ സ്കൂളുകളിൽ പ്രത്യേക വിഭാഗത്തിന്റെ പ്രാർത്ഥന നടക്കുന്നുവെന്നും വിദ്യാർത്ഥി ആയതുകൊണ്ട് മാത്രം അത് പാടേണ്ടി വരുന്നു. എല്ലാ സ്കൂളുകളിലും ഒരുപോലെയുള്ള പാട്ട് വരണമെന്നത് സമൂഹത്തിന്റെ ചർച്ചയ്ക്ക് വെക്കുന്നതായും ഭരണഘടനാ മൂല്യങ്ങളും ശാസ്ത്രബോധവുമുള്ള പാട്ടുകളാണ് വേണ്ടതെന്നും മന്ത്രി ഉദ്ഘാടന വേദിയിൽ പറഞ്ഞു.